കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചുയർന്നു. എങ്ങോട്ടാണ് പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്ത് കെട്ടിലമ്മ പോകുന്നത്? അവരുടെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് തന്റേതായ വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റുകളും ബാഗിലേക്ക് എടുത്തു വെക്കുകയായിരുന്നു കാർത്തിക. ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലെന്നുണ്ടോ? ഇല്ല, ഇനി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ഞാൻ വിചാരിച്ചിട്ടില്ല. നിങ്ങളുടെ മകന്റെ കൈ പിടിച്ച് ഈ വീടിന്റെ പടി കയറി വന്നപ്പോ അവൻ പറഞ്ഞിരുന്നു, ഇതാണ് ഇനി മുതൽ നിന്റെ അമ്മ എന്ന്. അവൻ ഈ ലോകത്ത് നിന്ന് പോയിട്ടും എന്നെ കുത്തുവാക്കുകൾ കൊണ്ട് നിങ്ങൾ ഏറെ നോവിച്ചിട്ടും ഞാൻ അതൊക്കെ സഹിച്ചത് അമ്മ എന്ന വാക്കിനെയും അങ്ങനെ ഒരു വ്യക്തിത്വത്തെയും ഞാൻ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് തൊട്ട് നിങ്ങൾ എന്റെ മകനോട് ക്രൂരത കാണിച്ചു തുടങ്ങിയോ അന്ന് തൊട്ട് അമ്മ എന്ന വ്യക്തിത്വത്തിന് നിങ്ങൾ അർഹതയില്ലാതായി. അത് മകൻ വഴി വഴിച്ചു പോയപ്പോഴേ ആയി. അതിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ എന്ന് പറഞ്ഞതൊന്ന് കേട്ടിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മകൻ ഈ വീട്ടിൽ ഉണ്ടാകുമായിരുന്നേനെ. പിന്നെ ഈ വീട് ഞാൻ എടുക്കുന്ന പേടിയാണെങ്കിൽ പറഞ്ഞാ മതി. എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ വന്ന് ഒപ്പിട്ട് തന്നോളാം. മോളെ വേണ്ട. ആ വിളി കേൾക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നെടുത്ത് കാത്തു മരിച്ചു. അല്ല, നിങ്ങളൊക്കെ കൂടെ കൊന്നു. ഞാൻ പൊക്കോളാം എവിടേക്കെങ്കിലും. എന്റെ മോനുണ്ട് എനിക്ക്. അവൻ മതി ഈ ജീവിതത്തിൽ. ഇനി ഞാൻ പോകാണ്. വീട് വിട്ടിറങ്ങിയെങ്കിലും അവൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോൾ തനിക്ക് കൂട്ടെന്ന് പറയാൻ ലീന മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് അവൾ ലീനയെ വിളിച്ചു. ഹലോ ഹലോ, എന്താടാ നീ കരഞ്ഞോ? എന്താടാ, എന്താ ഉണ്ടായേ? വീണ്ടും ആ സ്ത്രീ അപ്പുവിനെ വല്ലതും പറഞ്ഞോ? കാർത്തിക എല്ലാം ലീനയോടായി പറഞ്ഞു. നീ ഇറങ്ങിയത് നന്നായി. അല്ല, ഇനി നീ എന്ത് ചെയ്യാനാ തീരുമാനിച്ചത്? ഈ ജോലി ഒന്ന് സ്ഥിരമായതിനു ശേഷം അവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് മാറണം എന്നാ വിചാരിച്ചത്. എന്നാൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. എനിക്കറിയില്ല എങ്ങോട്ടാ പോകേണ്ടതെന്ന്. ലീന, എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. ഇപ്പൊ സഹായം ചോദിക്കാൻ മറ്റാരും എനിക്കില്ല. കരയാതെ. നീ ഇപ്പൊ എവിടെയാ? വീടിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലിരിക്കുക. നീ ഇങ്ങോട്ട് വാ, ബാക്കി പിന്നീട് ആലോചിക്കാം. അത് നിനക്ക് ഇങ്ങോട്ടൊന്നും പറയണ്ട, മോളിങ്ങ് വാ. അല്പസമയത്തിനു ശേഷം ലീന പറഞ്ഞ ഫ്ലാറ്റിന് മുമ്പിൽ കാർത്തിക എത്തി. എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? അകത്തേക്ക് വരൂ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ മുമ്പിൽ കണ്ട ഞെട്ടലിലായിരുന്നു കാർത്തിക. പെട്ടെന്നാണ് അകത്തു നിന്നും ആരാ വന്നേ? പറഞ്ഞുകൊണ്ട് ലീന അവർക്ക് അരികിലേക്ക് വന്നു. ലീനയെ കണ്ടപ്പോഴാണ് കാർത്തികയുടെ മുഖത്തെ ആദ്യം മാറിയത്. നീ എന്താണ് അവിടെ തന്നെ നിൽക്കുന്നത്? ഇതെന്റെ കിട്ടിയവനാണ്, പേടിക്കാതെ കയറി പോരെ. ലീനയുടെ ആ വാക്കുകൾ കാർത്തികയ്ക്ക് ഒരു ആശ്വാസമായി. കാർത്തിക അപ്പൂവിനെയും എടുത്ത് അകത്തേക്ക് കയറി. ഇതാ ഈ ചായ കുടിക്കേ. രാവിലെ ഒന്നും കഴിക്കാതെ എല്ലാവരും ഇറങ്ങിയത്. എനിക്കൊന്നും വേണ്ടടാ. അപ്പോ അവന് എന്തെങ്കിലും കൊടുക്കണം. അപ്പോന്റെ ഫുഡ് കൊടുത്തിട്ടാണ് ഞാൻ എന്റെ അടുത്തേക്ക് വന്നത്. കാത്തു, കുറെ അനുഭവിച്ചല്ലേ, ഇനി മതി. ഇന്നു മുതൽ ഒരു പുതിയ ലൈഫ് തുടങ്ങണം. പണ്ട് നിന്റെ ലൈഫ് കണ്ടപ്പോ പേടിയായിരുന്നു, സ്നേഹിച്ചു വെക്കിയാൽ ആ ജീവിതം നശിച്ചു പോകുമ്പോ എന്ന്. എന്നാൽ ആ ചിന്തകളെ പാടെ വായിക്കുന്ന തരത്തിലായിരുന്നു എന്റെ ലൈഫിലോട്ട് വന്നത്.
ഇന്ന് ഞാൻ ഹാപ്പിയാണ് സാറിന്റെ മുകളിലും കൂടെ. നീയും അങ്ങനെ ഒരു ലൈഫ് തുടങ്ങണം. താങ്ങായ ഒരാൾ വേണം. ഇപ്പോഴല്ല, നിനക്ക് എന്ന് തോന്നുന്നു അന്ന്. ഇപ്പോൾ അപ്പോഴത്തെ ഫ്യൂച്ചർ ഉണ്ടല്ലോ നിന്റെ മുമ്പിൽ. ആരുടെ മുമ്പിലും തല കുളിക്കാതെ ജീവിക്കണം നീ. ഈ മോളിൽ മാത്രമല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ വേണേ. ഞാൻ എന്താണ് പറയേണ്ടത്? ഈ പറഞ്ഞതുപോലെ ജീവിക്കണം. അതിന്റെ കൂടെ പലതും എനിക്ക് കണ്ടെത്താനുണ്ട്. കണ്ടെത്താനോ? എന്ത്? ഒന്നുമില്ല. അല്ലടാ, നമ്മള് ജോബിന് പോകുമ്പോ അപ്പോനെ എന്ത് ചെയ്യും? അവിടെ ആയിരുന്നത് അംഗൻവാടിയിലാക്കാറായിരുന്നു പതിവ്. ഇവിടെ അത് കുറവാ മോളെ. ടൗണല്ലേ, പ്ലേ സ്കൂളാണ് കൂടുതലും. അടിച്ചു പെറുകെ കാണും. നിന്റെ മോളെ എവിടെയാ പോകുന്നത്? അപ്പന്റെ സെയിം ഏജ് അല്ലേ അവർക്കും? അനുമോളെ എവിടെ അടുത്തുള്ള പ്ലേ സ്കൂളിലാണ്. നമുക്ക് അപ്പൂനെ എവിടെ ആക്കാം? അവിടെ ഫീ ഒക്കെ എങ്ങനെയാടാ? എന്റെ കയ്യിൽ ഇപ്പോ പിന്നെ എന്റെ കുറിച്ച് സ്കൂളിൽ ചേർക്കാൻ നിന്റെ പൈസ കിട്ടിയിട്ട് വേണ്ടേ? നീ മിണ്ടാതെ വന്നാ മതി. എടാ അതൊക്കെ ഒന്നുമില്ല. നീ വന്നേ, ഇന്ന് തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാം. പിന്നീട് കാർത്തികയ്ക്ക് പറയാനുള്ള അവസരം കൊടുക്കാതെ അവളെയും അപ്പുവിനെയും അനുമോളെയും കൂട്ടി ലീന പ്ലേ സ്കൂളിലേക്ക് പോയി. അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ തീർത്ത് പുറത്തിറങ്ങിയപ്പോഴാണ് അവർ ഇരുവരും അവർക്കെതിരെ വരുന്ന ആളെ കണ്ടത്. അമ്മ, ലീന മോളെ, ഇതെന്താ പതിവില്ലാതെ സ്കൂളിലൊക്കെ? ഇതാ ഇവളുടെ മോൻ അഡ്മിഷൻ എടുക്കാൻ വന്നതാ. ഇത് നമ്മുടെ കമ്പനിയിലെ ന്യൂ സ്റ്റാഫ്. ആ, മനസ്സിലായി. ഞാനാണല്ലോ ഒന്ന് ഇന്റർവ്യൂ എടുത്തത്. ഇങ്ങോട്ട് മാറിയോ? അത് കാർത്തിക ഇപ്പൊ എന്റെ കൂടെയാണമ്മ. നിന്റെ കൂടെയോ? എനിക്കൊന്നും തെളിച്ചു പറ. ലീന കാർത്തിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ദേവികയോടായി പറഞ്ഞു. എന്റെ ഈശ്വര, എന്തിനീ കേൾക്കുന്നേ? ഈ കാലത്ത് കുട്ടികളോട് ഇങ്ങനെ ചെയ്യുന്നവരുണ്ടോ? അവരങ്ങനെ ഒരു സ്ത്രീയാണ്. മോളെ വിഷമിക്കാതെ, അവിടുന്ന് ഇറങ്ങിയില്ലേ? ഏത് സഹായത്തിനും ഞങ്ങളൊക്കെ കൂടെയുണ്ട്. അമ്മയല്ലേ പറയുന്നത്? ദേവികയുടെ ആ വാക്കുകൾ കാർത്തികയിൽ എന്തെന്നില്ലാത്ത ആശ്വാസം നൽകി. ഇന്ന് അമ്മയാണോ നിങ്ങളെ കൊണ്ടുവന്നേ? അതെ, കിച്ചണിലെന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് നേരത്തെ ഇറങ്ങി. അയ്യോ, എന്താടാ, എന്തു പറ്റി? ഇന്ന് സാർ അർജന്റായിട്ട് ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിരുന്നു. ഞാൻ എന്താ ഓർക്കാവുന്നത്? ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അറിഞ്ഞിരുന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യലീന? കിഷോറിന്റെ ക്യാരക്ടർ നല്ലപോലെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു സഹായം എന്നവണ്ണം ലീന ദേവികയെ നോക്കി. അമ്മ, എന്താ ഇപ്പൊ ചെയ്യാ? കാർത്തിക, മോനെ ഇപ്പോൾ ഇവിടെ ക്ലാസ്സിൽ എടുക്കുകയല്ലേ? അതെ മാം. എന്നാ നീ എന്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് ഓഫീസിലേക്ക് പോകാം. അവനോട് ഞാൻ സംസാരിക്കാം. അതാകും നല്ലത്. നീ അമ്മയുടെ കൂടെ ചെല്ല്. ലീന, നീ ചെല്ല്. മോനെ, ഞാൻ ഈവനിങ് വന്ന് വിളിച്ചോളാം. നീ ഓഫീസിലെ കാര്യങ്ങൾ നോക്കൂ. ഞാൻ നിശ്ചയം വരുന്നതുകൊണ്ട് ലീവ് എടുത്തതാണ്. ചെല്ല്. പോയിട്ട് വരാം. Matthew, is everything ready for the meeting? സർ, അത് കാർത്തിക മാം ഇതുവരെ എത്തിയിട്ടില്ല. What? ഇതുവരെ എത്തിയിട്ടില്ലെന്നോ? ഇപ്പൊ ടൈം എത്രയായി? കൃത്യം 10:30 മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിരുന്നല്ലേ? പിന്നെ വേറെ ഷീ വാതിൽ തള്ളി തുറന്നുകൊണ്ട് കാർത്തിക അകത്തേക്ക് വന്നത്. സോറി സർ, ഇതിനെ ലേറ്റ് ആയിപ്പോയി. Karthika, what sort of behavior is this? Is this the way to be in a corporate office? Don't you know the rules here? താൻ എന്റെ PA ആണ്. Then how could you be so irresponsible? തനിക്ക് ടൈമിന് ഒരു വിലയില്ലേ? സ്വന്തം സമയത്തിന് ഉണ്ടാവില്ലായിരിക്കും. But don't you dare waste my time like this. സർ, അത് No, shut it. I don't want to hear your lame excuses. അവന് തന്റെ കോപത്തെ അടക്കാൻ പറ്റിയില്ല.
അവളോടുള്ള വെറുപ്പും ഇപ്പോഴുണ്ടായ സംഭവം കൂടെ ആയപ്പോൾ അവന് സ്വയം നിയന്ത്രണം വിടുന്നതായി തോന്നി. ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കി. കിച്ചു, നിനക്ക് സൗണ്ട് കുറച്ചൊന്ന് സംസാരിച്ചൂടെ? ഇത് വീടല്ല, ഓഫീസാണ്. മാത്യു, എപ്പോഴാണ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നത്? 10:30 മാം. ക്ലയന്റ് എത്തിയോ? യെസ് മാം. ഓക്കെ, മാത്യു മീറ്റിംഗിനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കൂ. അപ്പോഴേക്കും ഞങ്ങൾ എത്തിക്കോളാം. ഓക്കെ മാം. സർ. കാർത്തിക. യെസ് മാം. കുറച്ച് ടൈം ഒന്ന് പുറത്ത് നിൽക്കാവോ? ഓക്കെ മാം. മാത്യു പോയതിന് പിന്നാലെ ദേവിക പറഞ്ഞതനുസരിച്ച് കാർത്തികയും പുറത്തേക്ക് പോയി. അവർ പോയതിനു ശേഷം കിഷോറിന്റെ അടുത്തേക്കായി ദേവിക ചെന്നു. കിച്ചു, നിന്റെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യണം. ഞാൻ നിന്റെ അമ്മയാണ്. ഞാൻ ക്ഷമിച്ചെന്ന് സഹിച്ചെന്ന് വരും എന്ന് കരുതി എല്ലാവരും ആ കണ്ണിലൂടെ നീ കാണരുത്. പിന്നെ ഇപ്പോൾ കാർത്തികയോട് ഷോട്ട് ചെയ്യുന്നതിന് മുമ്പ് നീ ചോദിച്ചോ എന്തുകൊണ്ടാണ് ലേറ്റ് ആയതെന്ന്? നീ ഈ ഓഫീസിന്റെ ഇപ്പോഴത്തെ സിഇഒ ആണ്. നിന്റെ ഓരോ എംപ്ലോയിയുടെയും കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം. ഒരു കമ്പനി നിലനിന്ന് പോകുന്നത് നല്ല ക്ലയന്റ് ഉള്ളതുകൊണ്ട് മാത്രമല്ല, ആ കമ്പനിയെ വിശ്വസിച്ച് അവിടെ ജോലിക്ക് വരുന്ന ഓരോ എംപ്ലോയീസ് ഉള്ളത് കൊണ്ടുകൂടെയാണ്. അവരോട് മാന്യമായി പെരുമാറാൻ പഠിക്കണം. നിന്റെ അച്ഛൻ ഈ കമ്പനി തുടങ്ങി എന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെയും ഇപ്പോൾ നിന്റെ കയ്യിൽ ഞാനിത് തരുന്നത് വരെയും ഒരു എംപ്ലോയി പോലും കണ്ണുനീരെടുക്കാൻ ഒരു അവസരം ഞങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. മഠത്തിൽ മാധവന്റെ മകനായിട്ട് ആ സൽപ്പേര് നശിപ്പിക്കരുത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മൂളിയാൽ പോരാ. നേരത്തെ ആ കുട്ടിയെ വഴക്ക് പറഞ്ഞപ്പോൾ ഈ ബിൽഡിംഗ് മൊത്തം നിന്റെ സൗണ്ട് കേട്ടിരുന്നല്ലോ. ഇപ്പൊ എന്താ വായ തുറക്കാനില്ലേ നിനക്ക്? എനിക്ക് മനസ്സിലായി. എങ്കിൽ കാർത്തികയെ വിളിച്ച് സോറി പറ. എന്നിട്ട് കോൺഫറൻസ് റൂമിലേക്ക് വാ രണ്ടുപേരും. എന്ത്? ഞാൻ സോറി പറയാനോ? ഇറ്റ്സ് ടു മച്ച് അമ്മ. എനിക്ക് പറ്റില്ല. എന്തുകൊണ്ട്? ഇത്രയും പറയുന്നത് നിന്റെ തലയിലല്ലേ കയറിയത്? അവൾ ലേറ്റ് ആയതിന്റെ കാരണം എനിക്കറിയാം. ഇപ്പോൾ വന്നതും എന്റെ കൂടെയാണ്. So don't argue with me. Just do as I say. ഇത് കുറച്ച് കൂടുതലാണ് അമ്മ. ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ സോറി പറയണം, അത്രയല്ലേ ഉള്ളൂ. പറഞ്ഞേക്കാം. ഞാൻ കാരണം മഠത്തിൽ മാധവന്റെ ഭാര്യ ദേവികയുടെയും സ്റ്റാറ്റസ് ഇടിഞ്ഞു വീഴണ്ട. കിച്ചു, ഞാൻ പറയുന്നത് നീ എന്താണ് മനസ്സിലാക്കാത്തത്? അമ്മ പ്ലീസ്. അത് പറഞ്ഞ് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ചെയറിലേക്ക് ഇരിക്കുന്ന മകനോട് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ദേവികയ്ക്ക് മനസ്സിലായി. ദേവിക ഡോർ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ കിഷോറിന്റെ ക്യാബിന് വെളിയിൽ ഒന്നും അറിയാതെ നിൽക്കുന്ന കാർത്തികയെ കണ്ട് എന്തെന്നില്ലാത്തൊരു നീറ്റൽ ആ അമ്മയുടെ ഉള്ളിൽ കുമിഞ്ഞു കൂടി. അവൻ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണ്. മോള് പേടിക്കണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെല്ല്, എന്നിട്ട് രണ്ടാളും കൂടെ കോൺഫറൻസ് ഹാളിലേക്ക് വരൂ. ഞാൻ ക്ലയന്റിനെ ഒന്ന് കാണട്ടെ. ഓക്കെ മാം. സർ, യെസ്. Good morning, Gautam Premji. Mrs. Devika Madhav, good morning. First of all, I apologize to you. Ma'am, why would someone like you apologize to me? നിങ്ങളുടെ വിലയേറിയ ടൈം ഞങ്ങൾക്ക് വേണ്ടി നഷ്ടമായല്ലോ. മാം, നിങ്ങളുമായൊരു ഡീൽ സൈൻ ചെയ്യാൻ പോകുന്നത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അതിനുവേണ്ടി കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പെട്ടെന്നാണ് കിഷോർ അങ്ങോട്ട് കയറി വന്നത്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഗൗതം പ്രേം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ കിഷോർ. കുറച്ച് ലേറ്റ് ആയോ? It's okay. Okay, then shall we start? കുറച്ചു സമയത്തിന് ശേഷം മീറ്റിംഗ് അവസാനിച്ചു. നിങ്ങളുമായൊരു ഡീലിന് മാധവ് ഗ്രൂപ്പിന് ഓക്കെയാണ്. താങ്ക് യു മിസ്റ്റർ കിഷോർ. എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മൂവ് ചെയ്യാം. കാർത്തിക, നോട്ട് ചെയ്തോളൂ. ഓക്കെ സർ. സൈൻ ചെയ്യുന്നതിന് മുമ്പായി കിഷോർ ദേവികയെ ഒന്ന് നോക്കി. സമ്മതം എന്ന വണ്ണം ദേവിക പുഞ്ചിരിച്ചു. പഠിക്കാൻ
പുഞ്ചിരിച്ചുകൊണ്ട് അപ്പുവിന് കൈ കൊടുത്തു. അവൻ അതൊക്കെ കൗതുകമുണർത്തുന്ന അനുഭവങ്ങളായിരുന്നു. കൂട്ടുകാരായി ഇതുവരെ അവൻ ആരും ഉണ്ടായിരുന്നില്ല. കുറച്ചു മുമ്പ് അനുവിനെ കിട്ടി, ഇപ്പോൾ ഇതാ ആമിയും. അവന്റെ കാത്തുമാത്രമായ ലോകത്തേക്ക് ഇപ്പോൾ ഇതാ പുതിയ 2 പേർ കൂടെ. ഞാൻ അപ്പു. ഇന്ന് മുതൽ നമ്മൾ 3 പേരും ബെസ്റ്റ് ഫ്രണ്ട്സ്. അനു അത് പറഞ്ഞതും എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു. സ്കൂൾ വിട്ടപ്പോൾ അവരെ കൊണ്ടുപോകാനായി അലക്സും ലീനയുമാണ് വന്നത്. മോളെ, അപ്പു എവിടെ? അവൻ ആമീനെ കൊണ്ട് വരുന്നു. അപ്പു ആമയോടുമായി നല്ല കൂട്ടായല്ലോ. അപ്പു ഒന്ന് പുഞ്ചിരിച്ചു. അമ്മയുടെ ഡ്യൂട്ടി കഴിയാൻ ടൈം എടുക്കും മോനെ. നമുക്ക് ബീച്ചിലേക്ക് പോകാം. അമ്മ അങ്ങോട്ട് വരും. അവർ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ദേവിക അങ്ങോട്ട് വരുന്നത്. എല്ലാവരും ഉണ്ടല്ലോ. അലക്സൂട്ട, നീ എപ്പോഴാ എത്തിയത്? അമ്മ, ഞാൻ ഇന്ന് മോർണിംഗ്. എന്താ ഇവളെ കൊണ്ടുപോകുന്ന കാര്യം? അവിടെയൊക്കെ ക്ലിയർ ആണ്. ഇനി കമ്പനി സിഇഒയുടെ ഒരു സൈൻ വേണം. ഓഫീസിലേക്ക് ഞാൻ നാളെ വരുന്നുണ്ട്. എന്നാ ഞങ്ങള് പോട്ടെ. മോളെ, അവരോടൊക്കെ ബൈ പറഞ്ഞിട്ട് വാ. അങ്കിൾ, ആന്റി, അനു, അപ്പു, ഞാൻ പോയിട്ട് നാളെ വരാട്ടോ. എല്ലാവരും അവൾക്കായി യാത്ര കൊടുത്തു. ശേഷം ബീച്ചിലേക്ക് മടങ്ങി. ഇതേ സമയം കിഷോറിന്റെ കമ്പനിയിൽ. കാർത്തിക, നാളെ സ്കെഡ്യൂൾ എന്താ? കാർത്തിക് നാളത്തേക്കുള്ള അവന്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവന്റെ മനസ്സ് രാവിലെ നടന്ന കാര്യത്തിലായിരുന്നു. അമ്മേനോട് പറഞ്ഞു എംപ്ലോയീസിനോട് മാന്യമായിട്ട് പെരുമാറണമെന്ന്. പിന്നെ ഞാൻ ഷൗട്ട് ചെയ്തതിന് നിന്നോട് സോറി പറയണമെന്ന്. ഈ ജോലി നിനക്ക് എത്രയേറെ വിലപ്പെട്ടതാണെന്ന് എനിക്ക് അറിയാം. സോ നീ ഈ ജോലി തുടരാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇത്രയും പറഞ്ഞതിനു ശേഷം ഒന്നുകൂടെ അവളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, കിഷോർ മാധവ് ഇന്നേ വരെ ആരോടും സോറി പറഞ്ഞിട്ടില്ല. എന്നോടാ നിന്നോട് സോറി പറയാ. ഒരിക്കലും ഇല്ല. അമ്മ ചോദിച്ചാൽ ഞാൻ അപ്പോളജൈസ് ചെയ്തെന്ന് നീ അങ്ങ് പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ ഈ കിഷോർ ആരാണെന്ന് നീ അറിയും. അവളിൽ നിന്നും പ്രതികാരമൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ ഒന്നുകൂടെ അവളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് വീണ്ടും ചോദിച്ചു. മനസ്സിലായോ? പേടിച്ചു വരച്ചുകൊണ്ട് അവൾ മറുപടി നൽകി. അതാണ്. എന്നാ കോൺഫറൻസ് ഹാളിലേക്ക് പോകാം. നമുക്ക് വേണ്ടിയാണ് അവരവിടെ വെയിറ്റ് ചെയ്യുന്നത്. സർ, സർ. കാർത്തികയുടെ ശബ്ദമാണ് അവനെ ഉണർത്തിയത്. ഓക്കെ അല്ലേ സർ? ഓക്കെ ആണ്. ഞാനെന്നാല് ഓക്കെ. നാളെ വൈകില്ലല്ലോ. വൈകിയാൽ എന്തുണ്ടാകുമെന്ന് കാർത്തികയ്ക്ക് നന്നായിട്ട് അറിയാം. ചെല്ല്. ഓക്കെ സർ. അവിടെ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞുകൊണ്ടുപോയി. അവൾ പോകുന്നതും നോക്കിക്കൊണ്ട് തന്റെ ഉള്ളിലുള്ള വെറുപ്പിന്റെ ഒരു അംശം ഇന്ന് അവളിൽ കാണിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷമുണ്ടായിരുന്നു അവന്.